വിജയുടെ വാരിസൊക്കെ പോലെയാണോ? விஜயோட வாரிசு சினிமா அல்ல அது இப்போ நம்ம ஃபீல் குட்டாக இருக்கும். நீங்கள் கருப்பு பார்த்துட்டு அப்படியே இருக்கும்ல எதிர்பார்த்துறோம். நல்ல ஒரு സൂര്യ തകർത്തോ? അവരുടെ കോംബോ ഇല്ല, നല്ലവരായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. കണ്ടിറങ്ങിയത് പറഞ്ഞു സൂര്യയുടെ ഒരു ഫീൽ ഗുഡ് പടം വന്നിട്ട് കുറച്ച് നാളായെന്നാ പറഞ്ഞത്. ഫാമിലി ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല പടം. എനിക്ക് കൂടുതലൊന്നും പറയാൻ, നല്ലൊരു ഫീൽ ഗുഡ് പടം. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി മമിത സൂപ്പറായിട്ടുണ്ട്. നല്ല രസം. ஆ நல்லா இருக்கு. ஓவரால் மூவி நல்லா இருக்கு. ஃபேமிலியோட வந்து பார்க்கலாம், நல்லா இருக்கு. ஒரு ஃபீல் குட்டாக இருக்கு மூவி. நீங்கள் கருப்பு பார்த்துட்டு அப்படியே இருக்கும்ல எதிர்பார்த்துறோம். நல்ல ஒரு ஃபேமிலி ட்ராமா ஃபீல் குட் மூவி. நல்லா இருக்கு, நல்லா பண்ணியிருக்காங்க எல்லாரும். அப்படி இருக்கு நல்லா ஒர்க் அவுட் ஆயிருக்கு ரெண்டு பேத்துக்குமே. நல்லா நல்ல ஸ்டோரி, நல்ல கதை, நல்லா எல்லாமே ஒர்க். എങ്ങനെയുള്ള സിനിമയായിരുന്നു? ഫീൽ ഗുഡ് ആയിട്ടൊരു മൂവി. പിന്നെ കുറെ നാളായിട്ട് സൂര്യ ഇങ്ങനെ റോള് കണ്ടിട്ട്, സോ അതും കൊള്ളായിരുന്നു. കൊള്ളാം. സൂര്യയുടെ ഇപ്പോൾ ലാസ്റ്റ് കറുപ്പ് ഇറങ്ങി, അത് ഒരു വേറെ ടൈപ്പ് മൂവിയായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞൊരു ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാടുണ്ട്. കോമഡി ഉണ്ട്. മമിത ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്, ക്യൂട്ടായിരുന്നു. നമ്മൾ പഴയ ഒരു എന്താ പറയുക നസ്രിയൊക്കെ ചെയ്യുന്ന പോലത്തെ പടം നന്നായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ വരെയും മമിത നന്നായിട്ട് ചെയ്തു വെച്ചു. ഓക്കെ, താങ്ക് യു. വിജയുടെ വാരിസൊക്കെ പോലെയാണോ? വിജയുടെ വാരിസ് സിനിമ അല്ല അതിപ്പോ നമ്മളിപ്പോ ഏത് ആക്ഷൻ പടം വരുമ്പോഴും നമ്മൾ ബാഹുബലിയാണ് KGF പോലെയാണോ എന്ന് ചോദിക്കും. അത് കാണണമെങ്കിൽ നമ്മൾ അത് തന്നെ കണ്ടാൽ പോലെ. ഇത് അതുപോലെയൊന്നും അല്ല, ഇത് വിശ്വാൻ സൻസ് പോലെയാണ്. നമ്മൾ ഈ സിനിമയായിട്ട് കാണാം. കമ്പാരിസൺ നമ്മളെ ഒരു സിനിമയെ നശിപ്പിക്കും എന്നേ പറയാനുള്ളൂ. നിങ്ങളിതൊരു ഫ്രഷ് സിനിമ പോലെ കാണാം. അത് കാരണം ഇത്രയധികം സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതിന് എന്തെങ്കിലുമൊക്കെ സാമ്യം അവിടെ ഇവിടെയും വരും. അതിപ്പോ കഥയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള സാമ്യങ്ങളുണ്ട് എന്നല്ലാതെ ഇതിൽ ഇവരുടെ പെയറിങ് വളരെ ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി. സൂര്യയും മമിത നമ്മൾ പെയറിങ്, അവരുടെ ആ ഏജ് ഡിഫറൻസ്, അതൊക്കെ സിനിമയിൽ രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇമോഷണലി ടച്ചിങ് ആയിട്ട് വന്നു.